അയ്യാ വണക്കം എടപട മയിലാടും കുന്നിൽ പിറന്നു നീ നിന്റെ പറ്റ കൂടെ നടന്നു വളർന്നു ഞാൻ നിന്റെ പറ്റ അണ്ണന്റെ കൂടെ നടന്നു ഞാൻ എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നായിരിക്കും നമ്മുടെ വി ഡി സതീശൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ കെ സുധാകരൻ വി ഡി സതീശൻ ആലപ്പുഴയിലെ സമരാഗ്നി അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോ. പല ആൾക്കാർ ഈ സമരാഗ്നി എന്ന് കേൾക്കുമ്പോൾ അതെന്തിനാണ് സംഭവം എന്നറിയാതെ വായും പൊളന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഭവം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ കോൺഗ്രസ്സുകാർ നടത്തുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ വി ഡി സതീശൻ വന്നില്ല. വി ഡി സതീശൻ ആലപ്പുഴയിൽ വേറെന്തോ തിരക്കായതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ എത്താൻ കുറച്ച് ലേറ്റായപ്പോൾ നമ്മുടെ സുധാകരൻ തൊട്ടടുത്തിരിക്കുന്ന DCC പ്രസിഡന്റായിട്ടുള്ള ബാബു പ്രസാദ് അണ്ണനോട് സതീശൻ എവിടെ എന്നൊരു ചോദ്യം. അപ്പോൾ ബാബു പ്രസാദ് അണ്ണൻ ഒന്നിരുന്ന് പതുങ്ങുന്നു. ബാബു പ്രസാദ് അണ്ണൻ എന്നിട്ട് പറയുന്നു സതീശൻ വന്നില്ല. ഉടനെ തന്നെ നമ്മുടെ കെ സുധാകരൻ സതീശൻ വന്നില്ലേ, ഇതെന്ത് ഡാഷ് ആണ് കാണിക്കുന്നത് എന്നുള്ള വലിയൊരു ഡയലോഗ് അടിച്ചു. ഒന്നുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതെന്ത് മലരാണ് ഈ സതീശൻ കാണിക്കുന്നത് എന്നാണ് നമ്മുടെ സുധാകരൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ബംഗാളി കിടക്കുന്ന സിംഹങ്ങളുടെ പേരൊന്നുമല്ല മാറ്റേണ്ടത്. ഉടനെ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കേണ്ടിയിരിക്കുന്നു. കേരള സിംഹമായിട്ടുള്ള കെ സുധാകരന്റെ പേര് ഉടനെ തന്നെ എടുത്ത് മാറ്റണം. കാരണം മൊത്തത്തിൽ രാജ്യത്തുള്ള മുഴുവൻ ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞ കേരളത്തിലെ സിംഹത്തിന് ആ പേരിട്ടിരിക്കുന്നത്. സുധാകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ നെറ്റിയിലിരിക്കുന്ന തിരുജടയിലിരിക്കുന്ന ചന്ദ്രഭഗവാൻ. ആ ചന്ദ്രഭഗവാന്റെ ഈ പേര് സുധാകര സിംഹത്തിന് ഇട്ടുകൊടുത്തത് എന്തായാലും തെറ്റായിപ്പോയി എന്ന് കേരളത്തിലെ ഹിന്ദു ഐക്യ വേദി ആ കേരള ഹൈക്കോടതിയോടൊന്ന് പറഞ്ഞ് സുധാകര സിംഹത്തിന്റെ പേര് സുധാകരൻ എന്ന് മാറ്റി വേറെ വല്ലതും ആക്കി തരണം എന്നായിരിക്കും കേരളത്തിലെ പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മുടെ വി ഡി സതീശനെതിരെ തെറി വിളിച്ച ശേഷം സുധാകരൻ വന്ന് നിന്നൊരു ന്യായീകരണമുണ്ട്. എൻ്റെ പൊന്നു രാമൻകുട്ടി, അവൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്, എന്നിട്ടാണ് ഈ പന്നി എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സുധാകരൻ വന്ന് നിന്ന് ന്യായീകരിക്കുന്നത്. സുധാകരൻ്റെ ന്യായീകരണം എന്ന് പറഞ്ഞാൽ വി ഡി സതീശനുമായിട്ട് എനിക്ക് ജ്യേഷ്ഠ ബന്ധമാണുള്ളത്, ജ്യേഷ്ഠ സഹോദര ബന്ധമാണുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ജ്യേഷ്ഠ സഹോദരന്മാരെ ഇടയ്ക്കിടയ്ക്ക് എടാ മലരെ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എനിക്കൊരു തെറ്റായിട്ടൊന്നും കാണാനായിട്ട് തോന്നുന്നില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. യാതൊരുവിധ ഗ്രഡ്ജും എനിക്ക് അദ്ദേഹത്തോടില്ല. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് വളരെ നന്മയുള്ള മനുഷ്യനാണ്, തങ്കക്കട്ടിയാണ്, സോമ ഗംഭീരാണ് എന്നൊക്കെയുള്ള വളരെ വാഴ്ത്തുപാട്ടുകൾ നമ്മുടെ കെ സുധാകരൻ ഈ വിഷയം വിവാദമായപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മികളൊക്കെ എടുത്തിട്ട് ആളി കത്തിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൈരളി പീപ്പിൾ ബ്രേക്കിംഗ് അടിക്കുന്നുണ്ട്. സുധാകരൻ പിണങ്ങിപ്പോയെന്ന് ഉള്ളതാ എന്തോ യവന്മാർ അടിക്കുന്നതുകൊണ്ടൊന്നും പറയാനും പറ്റൂല, മൊത്തം കള്ളത്തരമായിരിക്കും പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ വി ഡി സതീശൻ ഇത് അറിയാനിടയായി. വി ഡി സതീശൻ ഉടനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഞാൻ രാജിവെക്കാൻ പോകണേ, എനിക്കിങ്ങനെയുള്ള ആഭാസ അട്ടാസ തെമ്പോളന്മാരോടെ ഒന്നും ജീവിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം പറഞ്ഞ് വലിയ രീതിയിൽ നേരെ കേന്ദ്രത്തിൽ വെച്ച് പിടിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് മാത്രമല്ല ഉടനെ തന്നെ കെ സി വേണുഗോപാൽ ചാടി ഇറങ്ങിയിട്ട് ഇപ്പോഴെങ്കിലും തമ്മിൽ തല്ലാതെ ഈയിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. വയനാട് നമ്മുടെ രാഹുൽജി നിന്ന് മത്സരിക്കുകയാണ്. രാഹുൽജി വയനാട് നിന്ന് മത്സരിക്കുമ്പോൾ നീയൊക്കെ ഇവിടെ കിടന്ന് തമ്മിൽ തല്ലിയാൽ ഉള്ള വയനാട് സീറ്റ് ഇവിടെ പോകും. അമേഠിയിൽ നിന്ന് അങ്ങേരെ അടിച്ചിറക്കി അങ്ങേര് ഇപ്പം നേരെ തെക്ക് വടക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറ്റിയും പറിച്ച് കശ്മീർ വരെ നടന്നപ്പോൾ 4 സംസ്ഥാനം പോയി. അവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങ് ഗുജറാത്ത് വരെ നടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും വലിയ രീതിയിലുള്ള കോലാഹലമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നീയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ദേവി ചെയ്ത വയനാട് സീറ്റ് ഒന്ന് നശിപ്പിക്കില്ലേ. ഒന്നാമത് വയനാട് വന്യജീവികളും മൃഗങ്ങളും സിംഹവും ആനയും പുലിയൊക്കെ ഇറങ്ങി ജനങ്ങളെ മൊത്തം വലിയ രീതിയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സമയത്ത് MP അവിടെ കാണാനില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചരണം കേന്ദ്രം അങ്ങ് നടത്തുന്നുണ്ട്. അപ്പോഴാണ് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ ഓടി വന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ ഓടി വന്നിട്ട് ചായക്കട കയറി ചായയും കുടിച്ച് പഴംപൊരിയിൽ നിന്ന് തിരിച്ചു പോയപ്പോഴേക്കും അവിടെ നിന്ന് വനം മന്ത്രി ഇവിടെ ഓടി വന്നു. അതാണ് കേന്ദ്രത്തിൻ്റെ പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വയനാട് സീറ്റെങ്കിലും നമുക്കൊന്ന് പിടിച്ചെടുക്കണം. അതുകൊണ്ട് നീയൊക്കെ ഒന്ന് അടങ്ങ് മഹാരാജ അടങ്ങ് എന്നാണ് നമ്മുടെ കെ സി വേണുഗോപാൽ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ആകെ ചാളാഗോളമായി. ഇത് ആദ്യമായിട്ടല്ല സുധാകരനും സതീശനും തമ്മിൽ തല്ലുന്നത്. ഇവരുടെ തമ്മിൽ തല്ല് പരസ്യമാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. നേരത്തെ പുതുപ്പള്ളിയിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിച്ചപ്പോഴും ഇതുപോലൊരു തമ്മിൽ തല്ല് കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ ജയിച്ചപ്പോൾ വാർത്താ സമ്മേളനത്തിനായിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. വാർത്താ സമ്മേളനത്തിനായിട്ട് വി ഡി സതീശൻ വന്നിരുന്ന് മൈക്കെല്ലാം കൂടെ എടുത്ത് പിന്നെ കൊച്ചു പിള്ളേർ മുട്ടായി വാരി ലുലുമാളിൽ നിന്ന് ഇങ്ങനെ ബാസ്ക്കറ്റിലേക്ക് ഇടും പോലെ മൈക്കെല്ലാം നമ്മുടെ വി ഡി സതീശനെ എടുത്ത് വി ഡി സതീശൻ്റെ അടുത്തോട്ട് എടുത്ത് വയ്ക്കുന്നു. സുധാകരൻ അവിടെ നിന്ന് മന്ദം നടന്നു വരുന്നു. സുധാകരൻ ചോദിക്കുന്നു ഞാനല്ലേ KPCC പ്രസിഡന്റ്, അപ്പം ഞാനല്ലേ സംസാരിക്കേണ്ടത്, മൈക്കൊക്കെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പറയുന്നു. ഉടനെ നമ്മുടെ വി ഡി സതീശൻ പറയുന്നു ഇല്ല മൈക്കൊന്നും തരാൻ പറ്റില്ല, ഇതൊക്കെ ഞാൻ സംസാരിക്കും, ഞാനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു. ഉടനെ KPCC പ്രസിഡന്റ് അത് കലിപ്പാക്കുന്നു. അപ്പോഴും മൈക്ക് ഓണായി തന്നെ ഇരിക്കുകയായിരുന്നു. അതും വലിയ രീതിയിലുള്ള വിവാദമായി. അതിനുശേഷം വന്ന യമണ്ട ന്യായി
ന്യായീകരണം. നമ്മുടെ വി ഡി സതീശൻ ആ സമയത്ത് അതിനുശേഷം മാധ്യമങ്ങളെ കൊണ്ട് ബൈറ്റ് വെച്ചിട്ട് അങ്ങനെ ഒരു കശപിശ അവിടെ നടക്കുന്നത് കണ്ടല്ലോ, അതിൽ എന്താണ് ഒരു വസ്തുത എന്ന് കൈരളി ചോദിച്ചപ്പോൾ നമ്മുടെ വി ഡി സതീശൻ പറയുകയായിരുന്നു, അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഇവിടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയിലെ മോൻ ജയിച്ചത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അദ്ദേഹത്തിന് എനിക്ക് തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട, ഞാൻ സംസാരിച്ചോളാം. കാരണം സുധാകരന് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ സുധാകരൻ പറയും വി ഡി സതീശനാണ് ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റ് എന്ന്. അങ്ങനെ മൊത്തം ക്രെഡിറ്റും എനിക്ക് തരാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൊടുക്കാതെ എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞത് എന്ന് വളരെ വിശ്വസനീയമായ ഒരു നാടകമായിരുന്നു ആ സമയത്ത് വി ഡി സതീശൻ അവതരിപ്പിച്ചത്. പിന്നെ ഇന്ന് കെ സുധാകരൻ ചെയ്തത് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള തെറ്റായി പോയി എന്നുള്ള കാര്യത്തിൽ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഒരു കറക്റ്റ്നസ്സും അതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ഈ മലര് എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് പൊളിറ്റിക്കലി അദ്ദേഹം ഉപയോഗിച്ച ഈ വാക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. പിന്നെ കേരള രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പച്ചത്തെറി വിളിക്കുന്നവരൊക്കെ ഇപ്പം മുഖ്യമന്ത്രിമാരും നേരത്തെ വൈദ്യുതി മന്ത്രിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ എം മണിയാശാൻ ഉണ്ടല്ലോ, മണിയാശാൻ്റെ വാ തുറന്ന നല്ല നാടൻ ഭാഷയെ വരും, നല്ല നാടൻ ഭാഷയിൽ പൊമ്പിള ഒരുമിക്ക് മറ്റേ പണിയാണ് എന്നും എം എം മണിയാശാൻ പറയും. പിന്നെ പോരാത്തതിന് നീയൊക്കെ മാധ്യമങ്ങൾ ഞങ്ങൾക്കിട്ട് കൂടുതൽ ഒലത്തണ്ട എന്നൊക്കെയുള്ള വല്ല അക്ഷരസ്ഫുടമായിട്ടുള്ള ഭാഷകളാണ് മണിയാശാന്റെ വായിൽ നിന്ന് വരുന്നത്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, പ്രേമചന്ദ്രനെ പരനാറി എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. പോരാത്തതിന് നികൃഷ്ടജീവി എന്ന് ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്യുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ന് വേണം നമ്മൾ യഥാർത്ഥത്തിൽ വിലയിരുത്താൻ. നമ്മുടെ വി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള ഒരു യുദ്ധം പുറത്ത് തെളിഞ്ഞ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കേരളത്തിലെ കമ്മികൾ മുഴുവൻ. പിന്നെ വേറൊരു കാര്യം, വേറൊരു ആസ്പെക്റ്റിൽ ഇതിനെ നമുക്കൊന്ന് ഒരു വീക്ഷണ കോണത്തിൽ കൂടെ ഇതിനെ നമുക്ക് വിലയിരുത്തണമെങ്കിൽ നമ്മുടെ കെ സുധാകരൻ അവിടെ ഇരുന്ന് ആത്മകഥം പറയുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ആലോചിക്കണം. ഈ വാക്കുണ്ടല്ലോ, ഈ മലര് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് അത് ഒരിടത്തും എത്താതെ നമ്മളിങ്ങനെ കമ്പിത്തിരിയായിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വാക്ക് മലര് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെയാണ് കെ സുധാകരൻ ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സതീശന് നേരെ നോക്കി മലരൻ എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സതീശനെ പച്ചത്തെറി വിളിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷേ കൈരളി ഇപ്പോഴും ബ്രേക്കിംഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശനെ പച്ചത്തെറി വിളിച്ചു, എന്ത് പറഞ്ഞാലും പച്ചത്തെറി വിളിച്ചു എന്നുള്ള കാര്യം കൈരളി ബ്രേക്കിംഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും അവർക്ക് ആഘോഷിക്കാൻ കിട്ടിയ ഒരു സന്ദർഭവും അവർ പാഴാക്കില്ല എന്ന് നമുക്കറിയാം. പോരാത്തതിന് ഇന്നലെ നമ്മുടെ സത്യാനന്ദന്റെ സിംഹം തേഞ്ഞു വാരി ഏറിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ സത്യാനന്ദന്റെ സിംഹത്തിനെ ആ ഏറിൽ നിന്നിങ്ങോട്ട് താഴെ ഇറക്കണം. എം സ്വരാജിന്റെ കാര്യമാണ് പറയുന്നത്. എം സ്വരാജ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മുക്കി കണ്ടപടി ഓടിയല്ലോ. ആ സിംഹത്തിനെ ഇങ്ങോട്ട് ഏറി താത്തി ഇറക്കിയിട്ട് ഈ ഗർജിക്കുന്ന സിംഹത്തിനെ നൈട്രജൻ ബലൂണിൽ കെട്ടി ഏറിയിലോട്ട് പറത്തി വിടാനുള്ള ഒരു പരിപാടിയാണ് കൈരളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും എല്ലാം കൂടെ ചാളാകുളമായി സമരാഗ്നിയിൽ വെള്ളം കോരി ഒഴിച്ച് കെടുത്തിയ അവസ്ഥയാണ് നിലവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.